മൈ ബെറ്റർ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വീട് പണി ലേബർ കോൺട്രാക്റ്റ് നൽകുന്നതാണോ ഫുൾ ഫിനിഷ് കോൺട്രാക്റ്റ് നൽകുന്നതാണോ ഏതാണ് ലാഭകരം എന്ന വിഷയത്തെക്കുറിച്ചാണ്. വീട് പണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക്, വീട് പണിയെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാത്ത ആളുകൾക്ക് ഈ വീഡിയോ ഏതായാലും ഉപകാരപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കോൺട്രാക്റ്റ് വർക്കുകളെ 3 തരത്തിലാണ് ഞാൻ തരംതിരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീട് നമ്മൾ കോൺട്രാക്റ്റ് നൽകുമ്പോൾ ഇതിലേതെങ്കിലും ഒരു രീതിയിലായിരിക്കും നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ളത്. നമ്പർ 1, ഫുൾ ഫിനിഷ് കോൺട്രാക്റ്റ്. ഈ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ബിൽഡറെ സമീപിച്ച് നമ്മുടെ വീട് പണി ചെയ്യാനുള്ള കരാർ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ, ലേബറുകൾ എന്നിവ ഈ ബിൽഡർ തന്നെ കണ്ടെത്തി നമുക്ക് ആ വീട് നിർമ്മിച്ച് അതിൻ്റെ കീ നമുക്ക് നൽകുന്ന തരത്തിൽ വീട് പണി പൂർത്തിയാക്കുന്നതിനെയാണ് ഫുൾ ഫിനിഷ് കോൺട്രാക്റ്റ് എന്ന് പറയുക. നമ്പർ 2, ലേബർ കോൺട്രാക്റ്റ്. മെറ്റീരിയലുകൾ നമ്മൾ പർച്ചേസ് ചെയ്ത് നൽകിയിട്ട് ലേബർ ജോലികൾ മാത്രം ഏതെങ്കിലും ഒരു ബിൽഡറെയോ കോൺട്രാക്ടറെയോ നമ്മൾ കരാർ ഏൽപ്പിക്കുന്നതിനെയാണ് ലേബർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നമ്പർ 3, ടച്ചിന് കൊടുക്കുക അല്ലെങ്കിൽ കൂലിക്ക് വിളിക്കുക എന്ന് പറയുന്ന ഒരു രീതി. മെറ്റീരിയലുകൾ നമ്മൾ തന്നെ പർച്ചേസ് ചെയ്ത് നൽകുക. ഓരോ ജോലിയും ചെയ്യാൻ അതിനനുയോജ്യരായിട്ടുള്ള ആളുകളെ നമ്മൾ തന്നെ സംഘടിപ്പിച്ച് കൊണ്ടുവരിക. അവരോട് എങ്ങനെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക. അവരവരുടെ കൂലി ദിവസവും കൊടുത്തു വിടുക. ഈ രീതിയിൽ വീട് പണി മുന്നോട്ട് നീക്കുന്നതിനെയാണ് ടച്ചിന് കൊടുക്കുക എന്ന് പറയുന്നത്. ഈ 3 രീതിയുടെയും ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. സാധാരണ നമ്മുടെ വീഡിയോയിൽ പറയാറുള്ളത് പോലെ ഏതാണ് ഏറ്റവും നല്ലത് എന്ന് ഇത്തവണ ഈ വീഡിയോയിൽ ഞാൻ പറയില്ല. കാരണം ഈ മേഖലയിൽ തന്നെയാണ് ഞാനും ജോലി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബിസിനസ് മൈൻഡ് ആയിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുക. അതുകൊണ്ട് 3 തരത്തിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. നിങ്ങൾ തന്നെയാണ് അതിലേതാണ് നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു രീതി എന്നുള്ളത് കണ്ടെത്തേണ്ടത്. ഞാൻ നിങ്ങൾക്ക് ഈ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്ന സ്ക്വയർ ഫീറ്റ് റേറ്റുകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു ധാരണ ആദ്യമേ നൽകാം. നമ്മുടെ നാട്ടിലൊരു വീട് ഇപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ സ്ട്രക്ചർ വർക്കുകൾക്ക് വേണ്ടി, അതായത് നമ്മുടെ വീടിൻ്റെ തറ കെട്ടി, ഭിത്തി കെട്ടി, അതിൻ്റെ റൂഫ് വാർത്ത് അത് തേച്ച് തരുന്ന വർക്കുകളെയാണ് നമ്മൾ സ്ട്രക്ചർ വർക്കുകൾ എന്ന് വിളിക്കുക. അത്തരം വർക്കുകൾ ചെയ്യാൻ നമുക്ക് 950 രൂപ മുതൽ 1100 രൂപ വരെ ഇന്ന് കോൺട്രാക്ടർ റേറ്റ് വരുന്നുണ്ട്. മെറ്റീരിയലും ലേബറും അടക്കമുള്ള റേറ്റാണ് ഇത്. എന്നാൽ നമ്മുടെ തറ കരിങ്കല്ല് തറയിൽ നിന്ന് മാറി കോളം ഫൂട്ടിങ്ങോ അങ്ങനെയുള്ള തറകൾ എന്തെങ്കിലും ആണെങ്കിൽ സ്വാഭാവികമായിട്ടും റേറ്റ് അല്പം കൂടെ കൂടുതലായിരിക്കും എന്നതാണ് സത്യം. സ്ട്രക്ചർ വർക്കിന് ശേഷമുള്ള ഇലക്ട്രിക്കൽ വർക്കുകൾ, പ്ലംബിംഗ് വർക്കുകൾ, അതേപോലെ പെയിന്റിങ്, ടൈലിങ്, ഇത്തരത്തിലുള്ള ജനൽ, വാതിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്ത് കീ നമുക്ക് തരുന്ന തരത്തിൽ ഫുൾ ഫിനിഷ് നമ്മൾ ഇന്ന് കോൺട്രാക്ട് തുടങ്ങണമെങ്കിൽ 1950 രൂപ മുതൽ 2100 രൂപ വരെ നമുക്കിന്ന് കോൺട്രാക്ട് റേറ്റ് വരുന്നുണ്ട്. ഇനി നമ്മൾ മെറ്റീരിയൽ നമ്മൾ തന്നെ പർച്ചേസ് ചെയ്ത് നൽകിയിട്ട് ലേബറിനാണ് നമ്മൾ വർക്ക് കൊടുക്കുന്നതെങ്കിൽ 350 രൂപ മുതൽ 450 രൂപ വരെ സ്ക്വയർ ഫീറ്റിന് നമുക്ക് റേറ്റ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പല ആളുകൾക്കും ഇനിയും വ്യക്തമാവാത്തൊരു കാര്യം, സ്ട്രക്ചർ വർക്കുകളുടെ റേറ്റ് എന്ന് പറയുമ്പോൾ തറ കെട്ടി, ഭിത്തി കെട്ടി, ലിൻഡൽ വാർത്ത്, സൺഷെയ്ഡ് നൽകി, റൂഫ് വാർത്ത് തേച്ച് നൽകുക എന്നുള്ളതാണ്. എന്നാൽ പല ഭാഗത്തും ഈ ലേബർ വർക്ക് പറയുന്ന സമയത്ത് തറ ഉൾപ്പെടാതെയുള്ള സ്ട്രക്ചർ വർക്കുകളുടെ ലേബർ കോസ്റ്റ് ആയിട്ടാണ് പറയാറുള്ളത്. ചില ഭാഗങ്ങളിൽ തേപ്പ് ഉൾപ്പെടാതെയുള്ള തറ അടക്കം ഭിത്തി കെട്ടി റൂഫ് വാർത്ത് തരുന്ന ജോലികളെയാണ് പറയാറുള്ളത്. ഇതിലേതാണ് നമ്മളോട് പറയുന്ന ലേബർ കോൺട്രാക്റ്റ് എന്നും എന്തെല്ലാം ജോലികളാണ് ഇതിൽ ഉൾപ്പെടുന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ റേറ്റിനേക്കാളും അല്പം കുറവോ കൂടുതലോ ഒക്കെ ആകാവുന്നതാണ്. എന്നാൽ ഒത്തിരി കൂടുതലാവുന്നതും ഒത്തിരി കുറവാവുന്നതും നമ്മൾ ഒന്നുകൂടെ അന്വേഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഓരോ തരം കോൺട്രാക്റ്റുകളുടെയും ഗുണങ്ങളും ദോഷങ്ങളും എന്താണ് എന്നുള്ള കാര്യം പരിശോധിക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഫുൾ ഫിനിഷ് നമ്മൾ കോൺട്രാക്റ്റ് നൽകുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഗുണങ്ങളായിട്ട് വരുന്നത് എന്നുള്ളതാണ്. നമ്പർ 1, നമ്മുടെ സമയം തന്നെയാണ്. നമ്മുടെ ജോലി, ഇപ്പോൾ ചെയ്യുന്ന ജോലി ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ പുറകെ ഫ്രീ ആയിട്ട് നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ വർക്കിൻ്റെ അപ്ഡേഷനുകൾ, വർക്ക് ഏത് സ്റ്റേജ് വരെ ആയി, അതിൻ്റെ ഫോട്ടോഗ്രാഫുകൾ എങ്ങനെയൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇതെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്താൽ മതിയാവും.
രണ്ടാമത് നമ്മുടെ ബഡ്ജറ്റ് ഫിക്സ് ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം നമ്മൾ ഒരു ബഡ്ജറ്റ് നേരത്തെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനിടയിൽ വരുന്ന മെറ്റീരിയലിൻ്റെ റേറ്റ് വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രതിസന്ധികളോ ഒന്നും തന്നെ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ആ ബഡ്ജറ്റിനകത്ത് നമ്മൾ നൽകിയ സ്പെസിഫിക്കേഷനിൽ വർക്ക് പൂർത്തീകരിച്ച് തരേണ്ടത് ബിൽഡറിൻ്റെ ബാധ്യസ്ഥതയാണ്. മൂന്നാമത്തത് സമയം. നമ്മൾ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിച്ചിട്ടുള്ള സമയം ഫിക്സ്ഡ് ആയിരിക്കും. ആ സമയത്തിനകത്ത് വീട് നിർമ്മിച്ചു തരാൻ ബിൽഡർ ബാധ്യസ്ഥനാണ്. നമ്മൾ ആ സമയത്തിനകത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം രീതിയിൽ, എത്ര രൂപ അവർക്ക് നൽകണം എന്നുള്ള കാര്യങ്ങൾ മാത്രം അറേഞ്ച് ചെയ്താൽ മതിയായിരിക്കും. അതിനിടയിൽ വരുന്ന പ്രതിസന്ധികളെല്ലാം തന്നെ ബിൽഡറുടെ മാത്രം തലവേദനയാണ്. നാലാമത്തത് നമ്മുടെ പ്രോപ്പർട്ടിയും നമ്മുടെ പണവും ആയതിനാൽ ഏത് സമയത്തും സൈറ്റിൽ പോകാനും ആരെ കൊണ്ട് വേണമെങ്കിലും വന്ന് ഇൻസ്പെക്ഷൻ ചെയ്യിക്കാനും പരിശോധിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരിക്കും. എന്നാൽ ഫുൾ കോൺട്രാക്റ്റ് നൽകുന്നതിൽ നമുക്ക് ചില ഡീമെറിറ്റുകൾ കൂടെയുണ്ട്. എന്താണ് അതിൻ്റെ ചില ഡീമെറിറ്റുകൾ എന്ന് പരിശോധിക്കാം. ഒന്നാമത്തത്, ഇതിൻ്റെ കോൺട്രാക്ടർ പ്രോഫിറ്റ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് വരും. അത് നമ്മൾ നൽകേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു എക്കണോമിക്കൽ സൈഡ് അവിടെ നിൽക്കുന്നുണ്ട്. രണ്ടാമത്തത്, മെറ്റീരിയലുകളെക്കുറിച്ച്, അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും നമുക്ക് നല്ല ബോധ്യമില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ബിൽഡർ പറയുന്ന ഗുണങ്ങൾ മാത്രം വിശ്വസിച്ച് അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു മെറ്റീരിയലിലേക്ക് പോകേണ്ടതായിട്ട് വരും. മറ്റൊരു ഡീമെറിറ്റ് നമുക്ക് പറയാൻ സാധിക്കുക, നമുക്ക് പ്രത്യക്ഷത്തിൽ വളരെ ലാഭമാണ് എന്ന് തോന്നുന്ന ഒരു റേറ്റിലാണ് നമ്മൾ ഫുൾ ഫിനിഷ് കൊടുത്തിട്ടുള്ളതെങ്കിൽ, അതായത് ബിൽഡറെ സംബന്ധിച്ചിടത്തോളം വളരെ റേറ്റ് കുറച്ചിട്ടാണ് പുള്ളി ആ റേറ്റ് എടുത്തിരിക്കുന്നതെങ്കിൽ പലതരത്തിലുള്ള മൽ പ്രാക്ടീസസ് അവിടെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ ലേബർ കോൺട്രാക്റ്റ് ആണ് നൽകുന്നത് എന്ന് കരുതുക. മെറ്റീരിയൽ നമ്മളാണ് പർച്ചേസ് ചെയ്ത് നൽകുന്നത്. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പർച്ചേസ് ചെയ്ത് നൽകുന്നത് നമ്മളായതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെ നമുക്ക് നൽകാൻ സാധിക്കും. രണ്ടാമത്തത്, ഏത് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ വേണം, എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ വേണം, ഏത് നിറത്തിൽ, ഏത് ഡിസൈനിൽ വേണം എന്നൊക്കെയുള്ള തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കുറേ കൂടെ നമ്മളിലേക്ക് വരും. മൂന്നാമത്തത്, വാർക്കുന്ന സമയത്ത് കമ്പി കുറയ്ക്കുന്നുണ്ടോ, സിമൻറ്റ് കുറയ്ക്കുന്നുണ്ടോ, ഈ തരത്തിലുള്ള ടെൻഷനൊന്നും ഇല്ലാതെ വർക്ക് ഫിനിഷ് ഉണ്ടോ എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും. എന്നാൽ ഇങ്ങനെ നമ്മൾ ലേബർ കോൺട്രാക്റ്റ് നൽകുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ചില ചലഞ്ചുകൾ, ഡീമെറിറ്റുകൾ കൂടെ ഇതിനുണ്ട്. അതെന്താണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. മെറ്റീരിയൽ നമ്മൾ തന്നെ പർച്ചേസ് ചെയ്യുന്നതായതുകൊണ്ട് നമ്മളൊരു ഷോപ്പിൽ ചെല്ലുന്ന സമയത്ത് ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അതിന് വേണ്ടിയിട്ട് റേറ്റ് അല്പം കോംപ്രമൈസ് ചെയ്യാനും നമ്മൾ തയ്യാറാവും. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മെറ്റീരിയൽ എക്സ്പെൻസ് ഇങ്ങനെ വർദ്ധിച്ച് വന്ന് അത് നമ്മുടെ ഓവറോൾ പ്രൊജക്റ്റ് കോസ്റ്റ് കൂട്ടാൻ കാരണമാവും. രണ്ടാമത്തേത്, നമ്മൾ സ്വയം പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഷോപ്പുകാർ നടത്തുന്ന ക്യാൻവാസിങ്ങിൽ നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഷോപ്പുകാർ എപ്പോഴും ജെന്യുവൻ ആയിട്ട് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് തന്നെ നമുക്ക് നൽകണമെന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ബിസിനസ് ഉദ്ദേശങ്ങൾ ഉണ്ടാവാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വൺ ടൈം മാത്രം ബിൽഡിംഗ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമറാണ്. അതുകൊണ്ട് തന്നെ ആ മെറ്റീരിയൽ ചിലവഴിക്കുന്നതിനപ്പുറത്തേക്ക് എത്രത്തോളം കമ്മിറ്റ്മെൻറ്റ് ഷോപ്പുകാർക്ക് നിങ്ങളുമായിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല, മെറ്റീരിയൽ വേസ്റ്റേജ് വളരെ കൂടുതലായിരിക്കും ലേബർ കോൺട്രാക്റ്റിൽ. സ്വാഭാവികമായിട്ടും മെറ്റീരിയൽ ബാക്കി വരുന്നത് ഒരു ബിൽഡറുടെ വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ എത്ര മെറ്റീരിയൽ വേണമെന്ന് ചോദിക്കുന്ന സമയത്ത് അല്പം മെറ്റീരിയൽ കൂടുതൽ ഇറക്കി നൽകാൻ വേണ്ടിയിട്ടാണ് ബിൽഡർ ആവശ്യപ്പെടുക. മൂന്നാമത്തത്, ലേബർ കോൺട്രാക്റ്റിന് ഫുൾ ഫിനിഷിൻ്റെ അത്രയും പ്രോഫിറ്റ് ബിൽഡർക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ബിൽഡർ ഒട്ടും ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. എന്ന് വെച്ചാൽ ലേബർ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ജോലികൾ മാത്രമേ ബിൽഡർ ശ്രദ്ധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് അല്പം വർക്കുകൾ കൂടുതൽ ചെയ്യാൻ അദ്ദേഹം തയ്യാറാവില്ല. ഇനി വരാനുള്ള വർക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളോ ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നൽകാൻ ഇത്തരത്തിൽ ബിൽഡർമാർക്ക് നിൽക്കേണ്ട കാര്യവുമില്ല. അവരതിന് തയ്യാറാവുകയില്ല. അവരവരുടെ ജോലി തീർത്ത് പെട്ടെന്ന് അടുത്ത വർക്കിലേക്ക് പോകാൻ ശ്രമിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ഇനി പണി സ്വന്തമായിട്ട് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് സമയവും അത് ചെയ്യിപ്പിച്ച് ശീലവും ഉണ്ടെങ്കിൽ ഒരു കൈ തച്ചിന് കൊടുക്കുന്ന രീതിയിൽ ചെയ്തു നോക്കാവുന്നതാണ്. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്കൊന്ന് സംസാരിക്കാം. ഗുണങ്ങളെ സംബന്ധിച്ചിടത്തോളം പണത്തിൻ്റെ മാനേജ്മെൻറ്റ് നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. നമുക്ക് എത്രത്തോളം നന്നായി പണം ചെലവഴിക്കാൻ അറിയാം, എത്രത്തോളം മിച്ചം പിടിക്കാൻ അറിയാം, അത് അനുസരിച്ചിരിക്കും നമ്മുടെ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് കൂടുമോ കുറയുമോ എന്നുള്ള കാര്യങ്ങൾ. രണ്ടാമത്തത്, ഒരു പണിക്കാരൻ്റെ പണി മോശമാണ് എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അയാളുടെ ഇടപാട് കഴിച്ച് അയാളെ പറഞ്ഞു വിട്ട് വേറെ പണിക്കാരനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. മൂന്നാമത്തത്, എത്ര സമയത്തിനുള്ളിൽ പണി തീർക്കണം, നമുക്ക് എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയലിൽ പെട്ടെന്നൊരു ചേഞ്ച് വരുത്തണമെങ്കിൽ ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും.
എന്നാൽ ഇത്തരത്തിൽ ഇങ്ങനെ കൂലിക്ക് വിളിക്കുന്ന, തച്ചിന് കൊടുക്കുന്ന ജോലികളിൽ ഉണ്ടാവുന്ന ഡീമെറിറ്റ് എന്താണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഒരു നല്ല പണിക്കാരൻ്റെ നോൺ അവൈലബിലിറ്റി എന്താണ് എന്ന് നമ്മളൊരു പണിക്കാരനെ തിരയുമ്പോൾ മനസ്സിലാവും. ഏതൊരു ബിൽഡറുടെയും സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്പീഡുള്ള, എഫിഷ്യൻ്റ് ആയിട്ടുള്ള പണിക്കാരനാണ്. ഒരു പണിക്കാരൻ ഉഴപ്പനാണെങ്കിൽ ഈ ഒരു ബിൽഡറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് വിചാരിച്ച പോലെ ഒന്നും ലഭിക്കില്ല. ഒരു പണിക്കാരൻ തെറ്റുകൾ വരുത്തും, എററുകൾ വരുത്തും. അവൻ ചെയ്യുന്ന അബദ്ധങ്ങളുടെ പേരിലൊക്കെ എത്രയോ പണം ബിൽഡറുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പണിക്കാരനെ സെലക്ട് ചെയ്യുക എന്നുള്ളതിലായിരിക്കും ഒരു ബിൽഡർ എപ്പോഴും ഊർജം ചെലവഴിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടൊരു ജോലി ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ളൊരു പണിക്കാരനെ നമുക്ക് കിട്ടുന്നുണ്ടോ, ആ ഒരു പണിക്കാരൻ്റെ സ്കിൽ എത്രത്തോളമാണ്, അയാൾക്ക് എത്ര റേറ്റ് വരുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് ഏറ്റവും ഉചിതമായിട്ടുള്ള പണിക്കാരെ തന്നെ നമ്മൾ കണ്ടെത്തി ഓരോ വർക്കിനും ഓരോരുത്തരെ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ട് വരും. യഥാർത്ഥത്തിൽ നന്നായി വർക്ക് ചെയ്യുന്ന ഒരാൾ നല്ല ലേബർ കോസ്റ്റ് വാങ്ങുന്നു എന്നുള്ളതാണ് സത്യം. സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനേ ശ്രദ്ധിക്കുകയുള്ളൂ. അദ്ദേഹം നല്ല കോസ്റ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. തുടക്കക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അത്രത്തോളം അഭിവൃദ്ധിപ്പെടാത്ത ആളുകൾ ചുരുങ്ങിയ കോസ്റ്റിൽ ലേബർ ചെയ്യാൻ സന്നദ്ധരാകും. അപ്പോൾ അതിലേതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ സ്വയം തീരുമാനിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ വർക്ക് സ്ലോ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നാളെയും ഈ പണിക്കാരനൊരു ജോലി ഉണ്ടാവണമെങ്കിൽ ഇന്ന് തന്നെ സ്ലോ മോഷൻ ആരംഭിക്കേണ്ടതുള്ളത് കൊണ്ട് വർക്ക് ലേബർ കോൺട്രാക്റ്റിൻ്റെ അത്രയും സ്പീഡിൽ മൂവ് ചെയ്യില്ല. മൂന്നാമത് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റിനെ കുറിച്ച് നമുക്ക് യാതൊരു തരത്തിലുള്ള മാർഗരേഖയും നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയില്ല. മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, വർക്ക്മാൻഷിപ്പ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഓരോന്നിലും എത്ര രൂപ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്, എത്ര രൂപയാണ് അതിന് സാധാരണ റേറ്റ് വരുന്നത്, പണിക്കാരൻ പറയുന്ന റേറ്റ് കൂടുതലാണോ കുറവാണോ, മെറ്റീരിയലിൽ നമുക്ക് പൈസ കൂടുതൽ ചിലവായോ കുറഞ്ഞ ചിലവായോ, ഏതാണ് നല്ല മെറ്റീരിയൽ, ഇത്തരത്തിലുള്ള പല കൺഫ്യൂഷൻസും നമുക്ക് വരും. സ്വാഭാവികമായിട്ട് നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഈ പണിക്ക് വരുന്ന പണിക്കാരനോട് തന്നെയായിരിക്കും ചോദിക്കുക. എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു പണിക്കാരനും എനിക്ക് ആ കാര്യം അറിയില്ല എന്ന് പറയില്ല. എല്ലാവരും അവനവനാണ് വലിയ ആള് എന്നുള്ള രീതിയിലുള്ള മനോഭാവമാണ് കൊണ്ട് നടക്കുക. നമുക്കറിയാത്ത ഒരു കാര്യം അറിയാത്തത് കൊണ്ടായിരിക്കും നമ്മൾ ആരോടെങ്കിലും ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയുന്ന എന്തെങ്കിലും കാര്യം പറയും. നമ്മൾ വേറൊരാളോട് ചോദിക്കുമ്പോൾ അദ്ദേഹം വേറൊരു കാര്യം പറയും. ഇത്തരത്തിൽ 2-3 ആളുകൾ വൈരുദ്ധ്യമുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കസ്റ്റമർ എന്നുള്ള നിലക്ക് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ആ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെയോ നിങ്ങൾ 1 ടൈം എങ്കിലും കൺസൾട്ട് ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ആർക്കിടെക്റ്റിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടെ പണം മുടക്കേണ്ടതുണ്ടല്ലോ എന്നതുകൊണ്ട് ആ രീതി സ്കിപ്പ് ചെയ്യാറാണ് പലരും ചെയ്യാറുള്ളത്. അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സുകളാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ചെയ്യാം. എന്നാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മെയ്സനോട് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ വിവിധ ജോലികൾ കോർഡിനേറ്റ് ചെയ്ത് പരിചയമുള്ള, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു എഞ്ചിനീയറുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും ഗുണകരമായിരിക്കും. അപ്പോൾ പല വർക്കുകളും നമുക്ക് ഒന്നിച്ച് ചെയ്യാനുള്ളത് കൊണ്ട് വീടിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജോലി മാത്രമായിട്ട് യുണീക്കായിട്ട് നിലനിൽക്കാത്തത് കൊണ്ട് എല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഇവയെല്ലാം കൂടെ സംയോജിക്കപ്പെടുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ, ഏതാണ് നല്ല മെറ്റീരിയൽ, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളിൽ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഐഡിയ നൽകാൻ നല്ലൊരു എഞ്ചിനീയർക്ക് അല്ലെങ്കിൽ നല്ലൊരു ആർക്കിടെക്റ്റിന് സാധിക്കും. അപ്പോൾ ഈ ഒരു വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ